celebrating motherhood. Malayali Vittamma. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. അല്ല, ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ഇത് മീൻകാരൻ ചേട്ടന്റെ കാശ് കൊടുക്കാനില്ലായിരുന്നു, ATM പോയിട്ട് വരാമെന്ന് പറഞ്ഞു സൈക്കിളുമായിട്ട് പോകുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇനി എന്താ പാട്ടുമായിട്ട് ഒരു എൻട്രി? അല്ല, പാട്ട് വെറുതെ പാടിയൊന്നുമല്ല, പൈനാപ്പിൾ പോലെയൊക്കെ തന്നെ ഉണ്ട്. അതാ എന്നെ കണ്ടിട്ട് വല്ല മുള്ളും ഉണ്ടെന്ന് തോന്നിയോ? ആ ഒരു രസമൊക്കെ ഉണ്ട്. ഒറ്റ സംശയമുള്ളൂ, എന്താ മരുന്ന് വല്ലതും അടിക്കുന്നുണ്ടാ? കുറച്ച് എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട്. നീങ്ങിന്നോ? മൊരടിച്ചു പോകും. എനിക്ക് തോന്നിയത് അമ്മച്ചി സൈക്കിൾ അഞ്ഞൊന്നും അല്ല അമ്മച്ചി. സഞ്ജുവിന് എവിടുന്ന് ഹോസ്റ്റലോട് സൈക്കിൾ കിട്ടി. പിന്നെ പഴയ ഒരു നല്ല പാട്ട് ഇവിടെ ആരോ പ്ലേ ചെയ്തു. അപ്പൊ രണ്ടും കൂടെ വെച്ച് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അമ്മച്ചി, പഴയ പാട്ടൊക്കെ എത്ര രസമല്ലേ, സൗന്ദര്യത്തിനൊക്കെ എന്ത് രസമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പ്രത്യേകിച്ച് പണ്ടത്തെ പ്രണയ ഗാനങ്ങളൊക്കെ ഏത് കാലം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രായമായവർക്ക് പഴയ പാട്ടിനേക്കാളും പുതിയ പാട്ടിനോട് താല്പര്യം. അതെങ്ങനെ ശരിയാവും? ഈ ന്യൂജൻ പാട്ടുകളൊക്കെ പൊതുവേ നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അമ്മച്ചി അങ്ങനെ ആയിരിക്കണ്ടേ? അത് ചെറുപ്പക്കാർക്കാണ് ഈ പഴയ പാട്ടിനോട് താല്പര്യം. ഞങ്ങൾ പ്രായമായവർക്ക് ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാനാണ് താല്പര്യം. എനിക്കിപ്പോഴും മനസ്സ് 18. അത് തന്നെയല്ല, ഈ പുതിയ ചെറുപ്പക്കാരല്ലേ എന്നെ ഈ 65-ാം വയസ്സിൽ കണ്ടുപിടിച്ചോളൂ. ഈ പഴയ ആൾക്കാർ ആരെങ്കിലും എന്നെ പിന്നെ ഞാൻ സുന്ദരിയാണെന്നുള്ള കാര്യം എന്റെ മാപ്പിളയല്ലാതെ വേറെ ആർക്കെങ്കിലും മനസ്സിലായോ? ഈ ഇപ്പോഴത്തെ പിള്ളേർക്കല്ല. അതാണ് അതിൽ രാജ്യം ഖേദിക്കുന്നു. അമ്മച്ചി, എന്നാ പിന്നെ ആ ഒരു 18 വയസ്സിൽ അമ്മച്ചി പാടി നടന്ന ഒരു പാട്ട് ഒരിക്കൽ കൂടെ ഒന്ന് പാടാവോ? ഞാൻ പാടാലോ. അപ്പൊ അമ്മച്ചിയുടെ 18 വയസ്സിൽ അമ്മച്ചി പാടി നടന്ന ഒരു അടിപൊളി പാട്ട് പാടാൻ പോവാണ്. അപ്പൊ നമ്മുടെ ജഡ്ജസ് റെഡിയാണ്. അപ്പൊ ഈ പാട്ടോട് കൂടിയാണ് ഇന്നിങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്. താങ്ക് യു അമ്മച്ചി. അടിച്ചു വിളിക്കാൻ പോവാണല്ലേ? ഓക്കെ, ഞങ്ങൾ എല്ലാരും കൂടാ കേട്ടോ. പിള്ളേരെ നിങ്ങളും കൂടിക്കോണം കേട്ടോ. റെഡി. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പം നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടും കാടാണ് കരളിലെന്ന്, ഞാനൊന്നു കേറിയപ്പം നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, കൂടാണ് കണ്ടതയ്യാ. നോക്കണ് എന്നീന് നോക്കണ് ചന്ദിര നീ ഞങ്ങളെ, ചന്ദിര അയ്യോ ചന്ദിര നീ ഞങ്ങളെ, ഞാനില്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ട്, തളെ കല്യാണ ചെക്കനുണ്ട്, ചെണ്ടൊന്നു വാങ്ങണം, മുണ്ടു മുറിക്കണം, പൂത്താലി കെട്ടിയിടണം, അയ്യോ പൂത്താലി കെട്ടിയിടണം, കളിയല്ല കിളിവാലൻ വെറ്റില തിന്നന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം, എന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം. അമ്മച്ചി, ആ ഡിങ്കിരിയാണ് പൊളിച്ചത്. അമ്മച്ചിയുടെ ഭാഗം ഒരു എക്സ്ട്രാ സംഗതി ഒന്ന് റാപ്പ് ചെയ്ത അമ്മച്ചി ശരിക്കും 18 ആ സമയത്തൊക്കെ മിസ്സായി പോയതാണ്. ചാണ്ടിച്ചൻ അടിച്ചുകൊണ്ട് പോയി. ശരിക്കും കേട്ടോ അമ്മച്ചി. ഇപ്പം അമ്മച്ചി പാടിയത് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കോntestants ഒന്നും അല്ല കേട്ടോ. ഈ എനർജി ലെവലില് 10-ലൊന്നും നിങ്ങൾക്കില്ല. അമ്മച്ചി ഒരു കോടി ഫ്ലാറ്റ് തരാനുണ്ട്. പക്ഷെ ഞാനോർത്ത് അമ്മച്ചി പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഡിഗ്രി പട്ടാളം പാടാൻ പോവായിരിക്കും. ഓക്കെ, അപ്പൊ അമ്മച്ചിയോടൊപ്പം ഞങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അമ്മച്ചിയുടെയും ചാണ്ടിച്ചന്റെയും ലവ് മാരേജ് ആയിരുന്നോ? അല്ല,
അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഈ എഴുത്തെഴുതുന്ന പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല? അത് കവിത എഴുതുക? ആദ്യം ഒരു എഴുത്ത് മാപ്പിള എനിക്ക് അയച്ചു. കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി ബോംബെയിലായിരുന്നു. അവിടെ നിന്ന് ഒരു എഴുത്ത് എനിക്ക് അയച്ചു. എന്റെ അപ്പച്ചനാണ് അത് ആദ്യം വായിച്ചത്. വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. അതിലും ദിവസം മറുപടി അയക്കാൻ എനിക്കറിയില്ല. എഴുത്തും വായനയൊന്നും അറിയില്ലായിരുന്നോ? എഴുത്തെഴുതാനല്ല, ഒരു കെട്ടാൻ പോണ ചെറുക്കൻ എന്ത് എഴുതും ഞാൻ, എനിക്കെന്നറിയാൻ പറ്റും. അയ്യോ നിഷ്കളങ്ക. കല്യാണം എന്ന് പറയുന്നത് തന്നെ ഞാൻ വിചാരിച്ചത് കുറെ വളയും കുറെ വീട് തോറും ഉണ്ടും തിന്നു വെക്കാൻ നടക്കാന്നാ വിചാരിച്ചത്. ഇതിൽ വേറെ സംഗതികളുണ്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് അറിഞ്ഞില്ല. അപ്പൊ മറുപടി അമ്മായി പറഞ്ഞു തന്നെ ഞാൻ എഴുതി. പിന്നെ മൂന്നാം പക്കന്റെ അടുത്ത ലെറ്റർ. അപ്പൊ പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല, അടുത്ത തന്നെയാ പോസ്റ്റ് ഓഫീസ്. ഞാൻ അവിടെ പോയി ലെറ്റർ വാങ്ങിക്കും, അവിടെ പോയി എഴുതും, മറുപടി അയക്കും, അങ്ങനെയാണ്. പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ. അമ്മച്ചിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് E=mc² ഇത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അത് അവിടെ വന്നിട്ട് പറഞ്ഞുതരാം. അമ്മച്ചി പറയണ്ടേ ഭൂമിയുടെ ഓരോ സ്പന്ദനവും അതിലാണ് എന്ന് പറയാറുന്നില്ല? അല്ല, ആളുടെ പേര് ചാണ്ടിച്ചൻ തന്നെയല്ലേ? ചാക്കോ മാഷൊന്നും അല്ല 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 അല്ല, അതെന്റെ മാപ്പിളയും എന്റെ അപ്പളും ചാണ്ടിയ ആണല്ലേ. ഇതാണ് ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് പ്രണയമാണ് എല്ലാവരും. ഇപ്പൊ എഴുതാൻ അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ പിന്നെ നമ്മുടെ ശകുന്തള എഴുതിയ പോലെ എഴുത്ത് തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടേ ഈ ലവ് മാരേജിനേക്കാളും ലവ് കഴിഞ്ഞുള്ള പ്രണയമാണ് ഒറിജിനൽ പ്രണയം. കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രണയം. അതായത് ഈ കല്യാണത്തിന് മുമ്പ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആണ് രണ്ടുപേരും കാണുന്നത്. ശരിക്കുള്ള ഒറിജിനൽ സ്വഭാവം കൂടി കഴിയുമ്പോൾ അറിയാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് അപ്പടി ഞാൻ ഇതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ വെച്ചിട്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ ഈ വയസ്സിൽ പോലും. എനിക്ക് എന്താ കുറവാണോ? അല്ല, അമ്മച്ചി ഓവർ പോസിറ്റീവ്. അയ്യോ, അമ്മച്ചിയുടെ പോസിറ്റീവിനൊന്നും ഞങ്ങൾക്കൊന്നും അടുത്തെത്താൻ പറ്റില്ല. ശരിക്കും അമ്മച്ചിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും പബ്ലിക്ക് വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും പുള്ളി ഞങ്ങൾ തന്നെയുള്ള അവസരത്തിൽ എന്ത് ചെയ്തതാണ് അത് അങ്ങനെ എന്നെ ഉപദേശിച്ചിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ഭയങ്കര ഔട്ട് സ്പോക്കൺ, ഔട്ട് ഗോയിങ്. ഒരു എന്ത് ചോദ്യത്തിനും ഒരു ഉത്തരം അപ്പം തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അത് അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഒരിക്കലും പുള്ളി അത് കേട്ട പോലെയോ അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ കാണിച്ചിട്ടില്ല. ഞങ്ങൾ തന്നെയുള്ള അവസരത്തിൽ ഇന്ന പോലെ ഇന്ന കാരണങ്ങളാൽ you should be little more careful എന്ന് പറഞ്ഞ് ഉപദേശിക്കാറാണ്. വെരി ഗുഡ്, ആക്ച്വലി ഈ കയ്യടി പോകേണ്ടത് അദ്ദേഹത്തിനാണ്, ചാണ്ടിച്ചായനാണ് ഈ കയ്യടി പോകേണ്ടത്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അമ്മച്ചി ഇവിടെ കിട്ടിയതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അമ്മച്ചി നേരത്തെ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടുള്ള പ്രണയത്തിന് അതിന്റെ ഒരു ഭംഗി കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രണയമാണ് നമ്മളെ കവികളും കലാകാരന്മാരും ഒക്കെ ആക്കുന്നതെന്നാണല്ലോ വെയ്പ്പ്. അതെ, എഴുതാൻ അറിയാത്ത അമ്മച്ചി എഴുതിപ്പോയി. അല്ലെങ്കിൽ എത്രയോ പേര് കവിതകളൊക്കെ എഴുതിയ ആളുകളെ ഇംപ്രസ് ചെയ്തിട്ട് ഒറ്റ കവിത കൊണ്ടൊക്കെ പണ്ട് പ്രണയങ്ങൾ സംഭവിച്ചു. എനിക്ക് എന്റെ ഒരു വളരെ അടുത്ത്, ഞാനല്ല, എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കൽക്കട്ടയിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടൊരു നോർത്ത് ഇന്ത്യൻ പെണ്ണിനെ ഒരു ഒറ്റ കവിത കൊണ്ട് അവൻ വീഴ്ത്തി. ക്ലാസ്സിലിരുന്ന് ഒരു കവിത എഴുതി കൊടുത്തു. ഏത് ഭാഷയിലായിരുന്നു എഴുതിയത്? അതാണ് ഇംഗ്ലീഷിലാണ് എഴുതിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ നീ കവിത എഴുതിയോ? യാതൊരു ഭാവന ഇല്ലാത്തൊരുത്തനാണ്. അപ്പൊ എഴുതി കൊടുത്തു. ഞാൻ ഏത് കവിതയാണ്? വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് ലിസണിങ് ടു ദ റെയിൻ ഡ്രോപ്സ് ഐ എം തിങ്കിങ് ഓഫ്. ഇതിലവള് വീണു. ഞാൻ ചോദിച്ചു ബാക്കി വരികൾ ഒന്നും എഴുതിയില്ലേ? ഇളമാൻ കണ്ണിലൂടെ അതിനൊന്നും അർത്ഥം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല. ഇത് മതിയായിരുന്നു, അവള് വീണു. ആളുടെ പേര് സഞ്ജു എന്നല്ല, എടുത്ത് പറയാണ്. അല്ലെ ഇപ്പൊ അടുത്ത് ചോദിക്കുന്നത് എനിക്കറിയാം. നമ്മൾ ഊഹിച്ചു, നമ്മൾ ഇങ്ങനത്തെ കഥകളൊക്കെ നമുക്ക് നായകൻ വേറെ ആരും ഇല്ലല്ലോ, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്കും ഇതുപോലെ കുറച്ച് കവിത തുളുമ്പുന്ന ഒരു ടാസ്കാണ്. കുഴപ്പമുണ്ടോ? എന്നും ഇവിടെ മീൻ കറി പൊട്ടുണ്ടാക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ അതെ, കലാവാസന നമ്മൾ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ കുറച്ച് സാഹിത്യകാരികൾ ഉണ്ടെന്ന് നമുക്കൊരു മണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഈ 4 പേര് ഇന്നത്തെ ആദ്യത്തെ ടാസ്കിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ബബിത, ശ്രുതി, ശ്രീകുട്ടി ആൻഡ് രമ്യ. ഇവര് 4 പേരുമാണ് ഇന്ന് ആ ഒരു സാഹിത്യ വാസന കൊണ്ട് ഇവിടെ സുരഭിലമാക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു ചെറിയ കവിത എഴുതണം. അപ്പൊ നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റിയിൽ ഒരു കവിത എത്രയും പെട്ടെന്ന് പ്രസന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള പണി എന്താണെന്നുള്ളത് നമ്മളത് കഴിയുമ്പോൾ പറയും. ഇതെന്നൊരു പണിയാ. പ്രണയം
ആയിക്കോളൂ. അതെ, പ്രണയം ഉണ്ടെങ്കിൽ പ്രണയം എഴുതാം. ബബിത അങ്ങനെ പറഞ്ഞില്ല. പ്രണയം തുളുമ്പണം നിങ്ങൾക്ക് തോന്നുന്ന വികാരമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്രണയമാണോ വിദ്വേഷമാണോ അറിയില്ല. രമ്യ പറഞ്ഞത് എനിക്ക് എന്താ തുളുമ്പുന്നത് നമുക്ക് അന്നേരം നോക്കാം. അല്ല സഞ്ജു, രമ്യ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭർത്താവിനെ കുറിച്ച് എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ചോദിച്ചു പ്രണയം വേണോ? അതില് തന്നെ രമ്യക്കയുടെ ഉത്തരവുണ്ട്. ആരുടെയെന്ന് ചോദിച്ചല്ലോ, അത് മതി. ശരി. പക്ഷെ ഒരു നിർബന്ധമുണ്ട്, സഞ്ജുവിനെ കുറിച്ച് ആരും ഇവിടെ പരാമർശിക്കാൻ പാടില്ല. ഈ കവിതയിൽ സഞ്ജുവിനെ കുറിച്ചുള്ള പരാമർശം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രണയം മാത്രമായി പോകും. വേണ്ട. 10 മിനിറ്റാണ് സമയം. ചുരുങ്ങിയത് ഒരു 10 വരികളെങ്കിലും ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ 10 മിനിറ്റിൽ 10 വരികളുള്ള ഒരു ചെറിയ കവിത സ്വന്തം ഭർത്താവിനെ കുറിച്ച്. അത്ര മാത്രമാണ് ടാസ്ക്. അപ്പോൾ സമയം തുടങ്ങുകയല്ലേ ഇപ്പോൾ? ആഹാ, ഇത് ഞാൻ വായിച്ചു. ഇളം കാറ്റിലുലയുന്ന തേങ്ങാക്കുലകൾ, അതാണത്. கவிதைக்கு பொருள் தந்த கலைவாணி நீயா, என் கனவோடு கேட்கின்ற காற்றலங்கை நீயா, பேச்சுக்கு உயிர் தந்த சப்தங்கள் நீயா, என்னை பேசாமல் செய்கின்ற மௌனங்கள் நீயா. സഞ്ജുന്റെ ലവ് മാരേജ് ആയിരുന്നോ സഞ്ജു? അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെന്ന് വെച്ചാ അറേഞ്ച്ഡ് ലവ്, അറേഞ്ച്ഡ് കം ലവ് മാരേജ്. അങ്ങനെയൊക്കെ. അപ്പം ശരിക്കും പ്രേമലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. ആർക്ക്? If you love me also, I love you. I love if you. അല്ല, മറ്റേ പഴയ സംഭവങ്ങളൊക്കെ ഇല്ലേ, വയലറ്റ്സ് ആർ വയലറ്റ്, റെഡ് ഇസ് റെഡ് ബട്ട് ഐ ലവ് യു. അല്ല, ശരിക്കും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ചുമ്മാ അറിയാൻ വേണ്ടി. ഈ സ്കൂളിൽ മാഗസിനിലൊക്കെ എഴുതി കൊടുക്കണം എന്ന് പറയുന്നല്ലോ. അപ്പൊ എനിക്ക് യാതൊരു തരത്തിലുള്ള കലാബോധവും ഇല്ലാത്ത ഒരു കാലഘട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് നേരിയ വിശ്വാസം. കൗണ്ടർ അടിക്കണ്ട, നിർത്തും. അപ്പോ അന്ന് ഇതുപോലെ എന്തെങ്കിലും പോയം എഴുതിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ നൈസായിട്ടൊരു പാട്ടുപുസ്തകം സെറ്റ് ചെയ്തു. അന്ന് ഭരതം ഇറങ്ങിയ സമയമാണ്. ഞാൻ വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ എഴുതി, ആരും കാണാതെ. ഒരു നാണമൊക്കെ ഉണ്ട്, കവിത എഴുതിയിട്ട് പ്രസന്റ് ചെയ്യാൻ പോവാണല്ലോ. രാമകഥാ ഗാനലയം അത് മൊത്തം എഴുതി കൊണ്ടുകൊടുത്തു. ആരോടും പറഞ്ഞില്ല. ദൈവാധീനത്തിന് അത് ആരും അറിഞ്ഞില്ല. അത് ഏത് കൊട്ടയിലേക്ക് അവർ എടുത്തെറിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൃത്യമായി പാവമായി ഞാൻ മാഗസിൻ വന്നപ്പോ എല്ലാ പേജും മറിച്ച് നോക്കി എന്റെ കവിത ഉണ്ടോ. രാമകഥാ ഗാനലയം വന്നു. പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ശ്രീകുട്ടി ഒന്നൊന്നര എഴുത്താണ്. അതെ അതെ, ഒരു 10-15 ലൈനായിട്ടുണ്ട്. വർത്തമാനം പറഞ്ഞപ്പോഴും ഞാൻ ശ്രീകുട്ടിയാണ് ശ്രദ്ധിച്ചോണ്ടിരുന്നത്. സ്വന്തം ഭർത്താവിനെ പറ്റി മാത്രം. ഓ സോറി. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഭർത്താവിനെ കുറിച്ച് കൂടി എഴുതാം. എഴുതി കഴിയുന്നോട് പുള്ളി ഒഴിഞ്ഞു പോവോ? 10 വരി വേണമെന്നാ പറഞ്ഞത്. ഒരു വരിയിൽ 2 അക്ഷരം ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീകുട്ടി എഴുതി കഴിഞ്ഞിട്ട് ട്യൂണും കൊടുത്തു തുടങ്ങി. അയ്യോ, മ്യൂസിക് ചെയ്യണ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. തോറ്റിട്ടില്ല തോറ്റ ചരിത്രം, അതാണ്. അഡീഷണൽ ഷീറ്റ് ചോദിക്കരുത് കേട്ടോ. ഇഷ്ടം പോലെ പേപ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓൾമോസ്റ്റ് 10 വരെയൊക്കെ എത്തിട്ടോ. എനിക്ക് വയ്യ. ഇത് മൊത്തം നമ്മൾ രോമാഞ്ചം അണിയിപ്പിക്കുന്ന കവിതകളൊക്കെയാണ് കേട്ടോ. ഇത്രയൊക്കെ ഭാവന ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 കവിത എഴുതിക്കൊണ്ട് വന്നേനെ. ഈ കൂട്ടത്തിലെ പലചരക്കടയിലേക്കുള്ള ലിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നീട്ടി എഴുതുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചില് സ്റ്റേജ് ഒന്ന് തുടക്കാനല്ലോ വരണം. ശ്രുതി എഴുതുന്ന കണ്ടാ തോന്നുന്നു വേറെന്താ നോക്കി എഴുതുക. സ്വന്തം ഭർത്താവിനെ പറ്റി എഴുതണം, കോപ്പി അടിക്കരുത്. ശ്രീകുട്ടി എഴുതി കഴിഞ്ഞു കേട്ടോ. ഞാൻ കോപ്പി അടിക്കില്ല.
അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എന്താ ഈ ഭർത്താക്കന്മാരെ കുറിച്ച് ഇത്ര അധികം എഴുതാനുള്ളതെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ശ്രുതി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട് അല്ലേ? ഉറപ്പാടോ? കവിത എഴുതാനുള്ള ഒരു ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ ടാസ്ക് ഇതിന്റെ കൂടെ ഉള്ളത്, നല്ലൊരു മ്യൂസിക്കും കൂടെ കൊടുക്കണം. അതെ, അല്ലേ? ചിട്ടപ്പെടുത്തണം. നന്നായിട്ട് ചിട്ടപ്പെടുത്തി തുടങ്ങി ഇവിടെ പലരും. പക്ഷെ കവിത എഴുതി അതിനൊരു നല്ലൊരു മ്യൂസിക്കും കൂടെ കൊടുത്താലാണ് നമുക്ക് പ്രസന്റ് ചെയ്യാറാവുള്ളൂ. യെസ്, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റോപ്പ്. അപ്പോ നമ്മുടെ സാഹിത്യകാരികൾ കവിതയുമായി റെഡിയാണ്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇവര് കമ്പോസ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളൊന്ന് വായിച്ചോട്ടെ. ഇതെല്ലാവർക്കും ഇതിനകത്ത് സംഭവം എന്തൊക്കെയാണെന്നുള്ളത് വേർഡ്സ് ഒക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ജഡ്ജസ് പ്ലീസ് നോട്ട്. ചെസ് നമ്പർ 1, ബബിത ജയൻ. ഓക്കെ. കണ്ണ ഈ ഏകാന്തത എന്നെ വല്ലാതെ പൊള്ളിക്കുന്നു, കൊതിക്കുന്നു വല്ലാതെ ആ സാമീപ്യം. 2 3 ലാലല. അതെന്താ? അല്ല, ലാലല ഓക്കെയാണ്. ലാലല ആവാം. അല്ല, 5 പച്ചമുളക് 2 കരിവേപ്പില എന്നൊക്കെ പറയുന്നവരുണ്ട്. 2 5 ലാ. ഇല്ല, ഒരു കുഴപ്പമില്ല. പെട്ടെന്നായിക്കോട്ടെ. നിൻ ചാരെ ആ നിമിഷം നാണമോലും കണ്ണുമായി നിൻ വിരലുകൾ എൻ സീമന്ത രേഖയിൽ, അതാണ് ഉദ്ദേശിച്ചത്. രക്തവർണം തൊട്ട നാൾ നിൻ കയ്യിൽ എൻ കൈ ചേർത്ത നിമിഷം, നിൻ ചാരെ ചേർന്ന നിമിഷം അറിഞ്ഞു ഞാൻ ഇതോ പ്രണയമെന്ന്. തകർത്ത് കളഞ്ഞു. ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. അന്നു തൊട്ട് ഈ നിമിഷം വരെ അറിഞ്ഞില്ലല്ലോ വിരഹം, എൻ ജീവിതയാത്രയിലേന്തിടും മുള്ളായെത്തിയ നോവുകളിൽ. മുള്ളോ? ആ, ഇടയ്ക്ക് ജീവിതയാത്രയിൽ ഒരു കല്ലുമുള്ളുള്ളത് നല്ലതാ. അയ്യോ, ബാക്കിയുണ്ട്. മുള്ളുകൾ എവിടെ? മുള്ളായെത്തിയ നോവുകളിൽ ആ കൈകളല്ലോ പൂമത്തെ ആയന്റെ കണ്ണീർ തുടച്ച ദേവനല്ലോ. വയ്യ. ഇനിയുണ്ട് കേട്ടോ. ഈ ജന്മം നീ എൻ ഗന്ധർവനായി, ഇനി വരും ജന്മങ്ങളിലും ഒരു കൂട്ടായി വരേണം. 2 പ്രാവശ്യം വരണം കേട്ടോ. ആ പ്രാർത്ഥനയാണ് എന്റെ ജീവിതം. നീ നൽകിയ ഉണ്ണിമുത്തുകളെ, മക്കളെ ചേർത്ത് പിടിക്കുന്ന സൗഭാഗ്യം. നാഥ ഒന്ന് വരൂ, ഒരു നോക്ക് കാണാൻ. ഇത് കേട്ടിട്ട് നാഥനെങ്ങാനും വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, വരണം. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാനിത് വായിച്ച് നശിപ്പിച്ചെങ്കിലും നല്ല ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കോ. രമ്യ കാര്യമായിട്ട് രമ്യയുടെ വായിച്ചോളൂ. സഞ്ജുവിന് വായിക്കാൻ ഒരു അവസരം കൊടുക്കാമല്ലോ. സ്നേഹപൂർവം മോളിലൊരു ലവ് 2 അറ്റത്തും. അത് വേണം. ലവ് വേണം. അറിയുന്നു ഊന്നി എൻ പ്രണയത്തിൽ തുളുമ്പുന്ന തൂലികയുമേന്തി നിൻ ഹൃദയത്തിൻ വാതിലിലൂടെ കേറി നിന്നു. അതിരാവിലെ നിൻ കൂവി വിളിക്കുന്ന കോഴിയുടെ അതല്ലേ സ്വരത്തിന്റെ മേളിൽ നിൽക്കും എന്റെ സ്വരം. അതും കേട്ട് മിണ്ടാതെ തിരിഞ്ഞു കിടക്കുന്ന നിന്റെ മുഖം എത്ര മനോഹരം. ഈ സ്വസ്ഥത നിറയും വേളകളിൽ നിന്നെ നോവിക്കുന്നതാണ് പ്രിയ രസം. ദേഷ്യത്തിൽ നോട്ടവും കള്ളച്ചിരിയും എന്നും എൻ മനതാരിൽ നിറഞ്ഞു നിൽക്കും. എന്ന് ഞാൻ കളിയാക്കി പറയുമ്പോൾ ദേഷ്യത്തിലിരിക്കുന്ന നിൻ പുഞ്ചിരി വിടരും സമയം. അത് എന്ന് ഞാൻ കളിയാക്കി പറയുമ്പോൾ ദേഷ്യത്തിലിരിക്കുന്ന നിൻ പുഞ്ചിരി വിടരും സമയം. അത് അടുത്ത കംപ്ലീറ്റ് ആയിട്ടുള്ള എന്നാഥ എന്ന വിളി ബോറാണെന്നറിയുന്നത്. ബോധമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതായിരിക്കും ഏറ്റവും എന്റർടൈൻമെന്റ് ഉള്ള എപ്പിസോഡ്. ചിരിച്ചിട്ടിരിക്കാൻ വയ്യ. ഇനി അടുത്തത് വരുന്നുണ്ട്. ശ്രീകുട്ടി ശബ്ദമുണ്ട്.
ശ്രീകുട്ടി പറഞ്ഞത് essay എഴുതിയിരിക്കുകയാണ്. എല്ലാ എപ്പിസോഡിലും ശ്രീകുട്ടി നമുക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും വക ഇത്തവണ serious തന്നിട്ടുണ്ട്. ഈ ആണ്. പ്രാവശ്യം സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് ഞാൻ ചിരിച്ചു മടുത്തു. ഓക്കെ, സോ നമ്മൾ അടുത്ത ശ്രീകുട്ടിയുടെ കവിതയിലേക്ക് പോകണം കേട്ടോ. എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഇനിയും എന്തിനീ ദൂരം, എന്താണ് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഇനിയും എന്തിനീ ദൂരം. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കും, എന്തിനീ ദൂരം. താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം. താൻ അയ്യോ, വെയിറ്റ് വെയിറ്റ്. എന്നുടെ അധരം നിന്നുടെ ചുംബനം കൊതിക്കുന്നു. ആ ഓക്കെ, ഇനിയുണ്ട്. എന്തേ നീ ഇനിയും അറിയാഞ്ഞു, ഇനിയും നീ എന്തേ അറിയാഞ്ഞു, തിരിച്ചു മറിച്ചുണ്ട്. എന്നുടെ ഹൃദയം നിന്നുടെ നശിപ്പിച്ച ശ്രീകുട്ടി. ആലിംഗനം അല്ല ശ്രീകുട്ടി, ആലിംഗനം. ഒരു ചെറിയ അക്ഷരത്തിട്ടെ, നോട്ട് ദ പോയിന്റ്. കനമാണോ? അല്ല, ഇത് ഖ. എന്തേ നീ ഇനിയും കേൾക്കാത്തത്, ഇനിയും നീ എന്തേ കേൾക്കാത്തത്. അതൊരു എല്ലാം 2 പ്രാവശ്യം ചോദിക്കും. മനസ്സിലായോ മനസ്സിലായോ 2 പ്രാവശ്യം. അതെ പോയിന്റ്. അന്നു നീ തന്ന അസുലഭ നിമിഷം എന്ന് ഓർത്തോർത്ത് ഞാൻ പൂമ്പാറ്റയായി പറന്നു നടന്നു, പാറി പറന്നു നടന്നു. നിന്നിലെ ശബ്ദ ഗാംഭീര്യവും ഉടലഴകും എന്നും നിന്നെ എന്നിലേക്ക് ആകർഷിച്ചു. ഈ പുള്ളി എനിക്കൊന്ന് കാണണം. മരുഭൂമിയായ എന്റെ മനസ്സിനെ അയ്യോ, മരുഭൂമിയാ ഒയാസിസായി നീ വന്നു വർഷിച്ചു. ഇത് വേറെ ലെവലാട്ടോ. വീണ്ടും വീണ്ടും വന്ന് ആകർഷിച്ചു. സമ്മതിക്കില്ല ഞാൻ. ഒട്ടകത്തിൽ വെള്ളവുമായി വരൂ. തോഴാ നീ വരൂ ഈ തീരത്ത്, തിരയും തീരവും ഇല്ലാത്ത ഈ തീരത്ത്, കാറും കോളും ഇല്ലാത്ത മരുഭൂമിയിൽ ഏത് തീരം? പൂവാമീ, അത് ഫ്ലവേഴ്സിനുള്ളതാണ്. പൂവാമീ വേലി മാറ്റി എറിഞ്ഞ് എന്നിലേക്ക് നീ അണിയും. പൂവാമീ വേലി എന്ന് ഉദ്ദേശം എന്താ? ഫ്ലവേഴ്സിന്റെ വേലി പൊളിച്ച് വരാനാ പറയണേ. ആരെവിടെ? സെക്യൂരിറ്റി വിളിക്കോ? ഓരോരോ ഇതളുകൾ നുള്ളി എറിഞ്ഞ് വീണ്ടും വീണ്ടും നീ അണഞ്ഞു ചേരും. ഇനി ലാസ്റ്റ് നമുക്ക് കേൾക്കാനുള്ളത് ശ്രുതിയുടെ കവിതയും കൂടിയാണ്. അതിൽ ഇനി എന്താണാവോ? എന്നും എന്റെ ജീവനാണു നീ, എന്റെ ശ്വാസമാണ് എന്റെ ജീവനും. വളരെ സിമ്പിൾ. നിന്നുയരം എൻ അഹങ്കാരവും, അമ്പടി ഈ നാടിനും വീടിനും നീ അലങ്കാരവും. ആനയാണോ? ഇനിയും എൻ പ്രാണനാഥ, മരണത്തിന്റെ അസ്തമനത്തിന് മുമ്പ് ഒത്തിരി ദൂരം നിന്റെ കൂടെ വേണം. എന്റെ പൂർണ്ണത നീ തന്നെയാണ്, നീ ഇല്ലാതെ ഞാനില്ല. സിമ്പിൾ ആൻഡ് ഹംബിൾ. എല്ലാവരും ചെയ്തതൊരു ബ്രില്യൻ ജോബ് തന്നെയാണ്. അപ്പൊ ചിലരത് ഫണ്ണായിട്ട് പറഞ്ഞു, ചിലരത് കാര്യമായിട്ട് പറഞ്ഞു. ഞങ്ങളിതൊരു ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് അതിപ്പം കുറച്ച് വഷളാക്കി വായിച്ചത്. അതില് സോറി കേട്ടോ, ബിക്കോസ് നിങ്ങൾ അത് അത്ര ഒരു ഫീൽ ഉൾക്കൊണ്ട് എഴുതിയ കവിതയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് അതേ ഫീലില് നിങ്ങൾ തന്നെ ഒരു മ്യൂസിക് കൊടുത്ത് ഇത് കേൾക്കേണ്ടവരെ തന്നെ നേരിട്ട് കേൾപ്പിച്ച എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണത വരെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ 4 പേരുടെയും ഭർത്താക്കന്മാരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നിൽക്കുന്നതൊക്കെ കറക്റ്റ് അല്ലേ? അതോ കവിതയുടെ ഭംഗി നോക്കിയല്ലോ നിൽക്കുന്നത് അല്ലേ? മരുഭൂമിയിലെ വെള്ളച്ചാട്ടം, ഇത് മറ്റേ നമ്മുടെ നാടിനും അവരൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാൻ പോകുന്നില്ല. അതെ അതെ അതെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ വേണ്ട, ഞാൻ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജയൻ, ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് മുകേഷ്, ഞാൻ ആന്ധ്ര ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, ശിവകാശി ബ്രാഞ്ചിലാണ്. എൻ്റെ പേര് യദുലാൽ, ഞാൻ HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ താനൂർ അർബൻ ബാങ്ക് വർക്ക് ചെയ്യുന്നു. ഇത് ബാങ്ക് നോക്കി എടുത്തതാണോ കണ്ടസ്റ്റൻസിന്? ആർക്കെങ്കിലും ചില്ലറ വേണമെങ്കിൽ ഇപ്പൊ പറയണം. ഇവരെ പുറത്തു വിട്ടാൽ ഈ അവസരം കിട്ടിയത് തരില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ടാസ്ക് നമ്മുടെ ഭാര്യമാര് ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ എഴുതി തകർത്തിരിക്കുകയാണ്. അപ്പൊ അത് വായിച്ചു കേൾക്കാൻ ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇതിനിടയ്ക്ക് ഒളിച്ചു വായിച്ചവരൊക്കെ തകർന്ന് നിപ്പുണ്ട്. രമ്യയുടെ ഭർത്താവിന്റെ ഒക്കെ മുഖത്ത് നോക്കി അത് കാണാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോയി. ഇത് കാണാനാണ് നമ്മളും പ്രേക്ഷകരും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ സഞ്ജു? അതെ. നമ്മൾ ആദ്യത്തെ ആളിന്റെ കവിത പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രീകുട്ടിക്കാണ് നറുക്ക് വീടിരിക്കുന്നത്. കടന്നു വരും ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ ഭർത്താവ് മുകേഷിനെ കുറിച്ച് എഴുതിയ കവിത ഇവിടെ വെച്ച് തന്നെ എഴുതി കമ്പോസ് ചെയ്ത് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ പോവാണ്. നമ്മളത് മാറി നിന്ന് കേൾക്കാൻ പോകുന്നു.
ചേരൂ ഓരോരോ ഇതളുകളും വീണ്ടും വീണ്ടും നീ അണഞ്ഞു ചേരൂ ചേട്ടാ മരുഭൂമിയിലെ വെള്ളച്ചാട്ടം ചേട്ടനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അല്ല ആദ്യമായിട്ടാണ് പൂമ്പാറ്റയുടെ ചിറകിലേറിയ ഒരാൾ പോകുന്നത് കാണുന്നത്. മാത്രല്ല എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടെന്നറിയോ, മറ്റേ ഉടലടകെന്ന് പറയുമ്പോഴേക്കും മുകേഷ് ഇങ്ങനെ നോക്കുന്നു. അല്ല മനസ്സിലിങ്ങനെ പുറകെ നീ വീട്ടിൽ പാടി, നീ ആരെ പറ്റി എഴുതുന്നത് എനിക്ക് ഇന്നറിയണം, വീട്ടിൽ വാ. അല്ല മുകേഷ്, ശരിക്കും സന്തോഷമായോ? ശ്രീകുട്ടി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൺവേ ആയോ? സന്തോഷമായി മാഡം. ഈ ഉടലെഴുകനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഈ വിശപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഉടലെഴുകെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ നോക്കിയതാ. ശരി ആക്കിയതാണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. അല്ല ശരിക്കും എന്ത് തോന്നി? ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും ശ്രീകുട്ടി ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇവിടെ കണ്ടിരുന്നെങ്കിൽ ഇനി എപ്പിസോഡ് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ, പരീക്ഷയ്ക്ക് പോലും ഇത്ര സിൻസിയർ ആയിട്ട് ശ്രീകുട്ടി എഴുതിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് എഴുതുന്നു, ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം വിചാരിച്ച ഒരു 4 വരി അത്രേ ഉള്ളൂ. വരികളെല്ലാം ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞു. വെച്ച് കഴിഞ്ഞാൽ ഒരു കവി ഹൃദയം ഞാൻ അറിഞ്ഞില്ലല്ലോ. അടുത്ത് തന്നെ നമുക്കൊരു പബ്ലിഷറിനെ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും ശ്രീകുട്ടിയുടെ മനസ്സിൽ ഒരു കവി ഹൃദയം ഉറങ്ങിക്കിടക്കുന്നത് എനിക്ക് അത് കാട്ടി. അല്ല പക്ഷെ പ്രൊഫൈലില് ഫസ്റ്റ് ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താവാണ് എന്നെ ഇങ്ങനെ, ഞാൻ മാറി നിന്നാ പോലും എന്നെ പുഷ് ചെയ്യുന്നത് എന്റെ ഭർത്താവാണ്. അതെ. അടുത്ത എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മാഡം ശ്രീകുട്ടിയുടെ അടുത്ത കവിതയാണ് നമ്മുടെ ലക്ഷ്യം. ഈ കവിത തന്നെ നമുക്ക് വളരെ ഒരു എക്സാമ്പിൾ ആണ്. അല്ല ശ്രീകുട്ടി നീ ഇത്ര ഭയങ്കരിയായി ഞാൻ അറിഞ്ഞില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വീട്ടില്? വീട്ടില് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? ഡിപ്പെൻസ് ആണ് മാഡം, സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. അത് നമുക്ക് എന്തായിട്ട് വ്യാഖ്യാനിക്കാം? സാഹചര്യങ്ങൾ എന്ന് ഉദ്ദേശിച്ച് വഴക്കാണോ? വഴക്കാണെങ്കിൽ അതൊരു എക്സ്ട്രീം വരെയും പോവും. സ്നേഹമാണെങ്കിലും അതും അതിന്റെ മാക്സിമം. അതായത് സാഹിത്യം മുതൽ സരസ്വതി വരെ എന്തും വരും. തീർച്ചയായിട്ടും കാലാന്ന് മുതൽ കണ്ണാന്ന് വരെ വിളിക്കും. ഫ്ലവേഴ്സിന് ടിവിക്ക് ഒരു വലിയ നന്ദി. ബിക്കോസ് ഞാൻ തന്നെ അറിഞ്ഞില്ല എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ പറ്റും. ഒരു നന്ദിയും വേണ്ട. ഫ്ലവേഴ്സിനെ ഞങ്ങൾ എന്തോ ഞങ്ങളെല്ലാരും ഇങ്ങനെ ചൂണ്ടി കാണിച്ച് ഫ്ലവേഴ്സ് വേലി തീർത്ത് വെച്ചിരിക്കുക. ആ വേലി ഇപ്പം തീർന്നില്ല, അത് ഇതെല്ലാം പറിച്ചെറിയവേ. ഞങ്ങൾ ആരും ഒരു വേലിയും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ നോക്കിയിട്ട് അല്ലല്ല, അത് പറിച്ചെറിയുന്ന കാര്യം പറഞ്ഞിട്ട് പറിച്ചെറിഞ്ഞിട്ട് എന്നിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് വേലി തീർത്താലും ഞാൻ എങ്ങും പോകരുത് എന്നുള്ളതാണ്. ഞാൻ എങ്ങും പോകാതെ അവളിലേക്ക് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. താങ്കൾക്ക് ഈ വേലി ചാടുന്ന സ്വഭാവം ഉണ്ടോ? സ്വാഭാവികമായിട്ടും എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവുന്ന കണക്ക് ഒരു സംശയം അവക്കും കാണുമല്ലോ. പിന്നെ ദൈവം അനുഗ്രഹിച്ച് കുറച്ച് സൗന്ദര്യം തന്നിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഡൗട്ട് വരും. ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ ചേരേണ്ടവർ തന്നെയാണ്. അത് സത്യം. ആ പെർഫോമൻസ് കൂടെ കണ്ടപ്പോ അശു നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി ശരിക്കും നിങ്ങൾ ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നതെന്ന് അറിയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അല്ല. ഞാൻ അതിനകത്ത് ശ്രീകുട്ടി മുകേഷിന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന പോലെ എന്തോ കണ്ടു. ചന്ത ഇത് ടെസ്റ്റ് ചെയ്തതാ. അത് ഇവിടെ നോക്കിയപ്പോ ഞാൻ കൊങ്ങയ്ക്ക് പിടിക്കുന്ന പോലെ ഇങ്ങനെ കഴുത്തിന്. ഇല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു എന്റെ സൗണ്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ സൗണ്ടിനെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊരു പണിയും കൂടെ തന്നു. ഒരു ദിവസം രാത്രി 1 മണിക്ക് വിളിച്ചിട്ട് രാവിലെ 4:30 വരയ്ക്കും ഒരു പാട്ട് തന്നെ എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാടിച്ചുകൊണ്ടിരുന്നു. പാടി തെളിഞ്ഞിട്ട് പോയാൽ മതി. ആക്ച്വലി മുകേഷ് അതാണ് സത്യം. ശ്രീകുട്ടി വിചാരിച്ചത് പാടി തെളിയട്ടെ ഈ മനുഷ്യൻ, അങ്ങനെ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. ആ പാട്ട് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും പാടും. അപ്പൊ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ആ പാട്ട് ഷുവർ ആയിട്ടും കേൾക്കണം. ഏത് പാട്ട്? അത് നോർമലാണ് മാഡം. 2 പാട്ടുണ്ട്, 2 ചെറിയ ഇതായിട്ടുള്ളൂ. അതിൽ ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും, അതിലേതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു.
ഈ പാട്ട് പാടിയിട്ട് ഇല്ല, പറഞ്ഞത് തിരിച്ചെടുത്തു. ഇത് നന്നായി പാടി, തെളിയാൻ വേണ്ടി നന്നായിട്ട് പാടി. പാടിയതല്ല, ഇത് തെളിഞ്ഞിട്ട് കേൾക്കാൻ സുഖമുള്ളത് കൊണ്ട് വീണ്ടും പാടിച്ചത്. ഇത് പാടിയിട്ട് ലാസ്റ്റിൽ നമ്മൾ ഒരു കുറച്ചുകൂടെ അവളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയും, ഇതിലെ മുത്ത് നീയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ നിശ്ചയം അപ്പൊ രണ്ടാമത്തെ പാട്ട് എന്താണ്? ഓർമ്മയ്ക്കായി നീയൊരു സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം നിനക്കായി കരുതിയൊരിഷ്ടഗീതം ആർദ്രസാന്ദ്രമാം ഹൃദയഗീതം നിൻ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം. ഒന്നിനുമല്ലാതെ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പാടിപ്പിക്കുന്നത്. ഒന്നിനുമല്ലാതെ എന്തിനു വേണ്ടി ഞാൻ എന്നൊരു നാളിലൊന്നു ചേർന്നു ഒരിക്കലും അകലരുതേ എന്നാശിച്ചു ഹൃദയത്തിലായിരം ചോദ്യങ്ങളിനിയും പറയാതെ അറിയാതെ പങ്കുവെച്ചു നമ്മളെല്ലാ പ്രതീക്ഷയും പങ്കുവെച്ചു. ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ? ഓർമ്മയുണ്ട്, എനിക്കോർമ്മയുണ്ട്. So thank you so much. നമ്മളിപ്പോ ഓൾമോസ്റ്റ് എല്ലാ ഇമോഷനെ കൂടെ കടന്നുപോയി. ആദ്യം ഒരു ഫണ്ണായിരുന്നു. ഇപ്പൊ ഈ പാട്ട് പാടി നമുക്ക് ഒക്കെ ആ ഒരു നിങ്ങളുടെ ആ ഒരു ലവിന്റെ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷം. നന്നായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തു. സോ താങ്ക് യു സോ മച്ച്. ശ്രീകുട്ടി, ഫാബുലസ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്നിന് മെച്ച രണ്ടുപേരും. എങ്ങനെയുണ്ടായിരുന്നു ശ്രീകുട്ടിയുടെ മുകേഷിന്റെ പെർഫോമൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ കമന്റ്സ് പറയാനുണ്ടോ? അമ്മച്ചി അടിപൊളി, നല്ല കപ്പിൾ. നിങ്ങളുടെ കോമ്പിനേഷന് നിങ്ങൾ അങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കരം. ഞാനും എന്റെ മാപ്പിളയും പോലെ എന്നൊരു സംശയം. ഓ, എനിക്ക് വയ്യ, എന്ത് പറഞ്ഞാലും. ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ്. അടുത്തതായിട്ട് ബബിതയാണ്. ബബിത ജയനാണ് ആ ഒരു പെർഫോമൻസിലേക്ക് പോകുന്നത്. കവിത, സ്വന്തം കവിത ഭർത്താവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. കണ്ണാ കണ്ണാ, ഈ ഏകാന്തത എന്നെ വല്ലാതെ പൊള്ളിക്കുന്നു, കൊതിക്കുന്നു വല്ലാതെ ആ സാമീപ്യം. അങ്ങോട്ട് വരാമോ? ഞങ്ങള് വരട്ടെ പ്ലീസ്. കഴിഞ്ഞോ? കഴിഞ്ഞോ? അല്ല, എനിക്ക് സത്യം പറയാണ്ട് ഇടയ്ക്ക് ചേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ? സീനാന്നറിയോ? ഗംഗേ എന്നിട്ട് തലയിലെ നിനക്കൊന്നും പറ്റിയിട്ടില്ല എന്താ നകുലിട ഞാൻ പറഞ്ഞു സഞ്ജു, മറ്റേ പഴയ കാല സിനിമകളിലെ വേണുനാഗവള്ളിയുടെ കഥാപാത്രത്തിന് ഓർമ്മയുണ്ട് അല്ലെ? നായിക പാട്ട് പാടുന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേകത എക്സ്പ്രഷനോടെ. എന്തായാലും കേട്ടോ രണ്ടുപേരും ഓർമ്മ വന്നത് അതാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള
ആ ഒരു അഭിനയ സമയത്തും വലിയ പാടുപെട്ടു ഞങ്ങൾ രണ്ടുപേരും കൂടെ. അല്ല, ഈ കതറിനുള്ളിൽ ഇങ്ങനെ ഒരു കവിഹൃദയം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതെ, ശരിക്കും നമുക്കറിയാം അവർ രണ്ടുപേരും പ്രൊഫഷൻ കൊണ്ട് ആക്ടേഴ്സോ അതുമായിട്ട് ബന്ധമുള്ള ആളുകളോ അല്ല, എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള, പക്ഷെ എല്ലാവരുടെ ഉള്ളില് ആ ഒരു എലമെന്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ എലമെന്റ് ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ജഡ്ജസിന്റെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. എന്താണ് അശ്വതി ആൻഡ് സഞ്ജു, ഐ മീൻ നിങ്ങൾ ഭയങ്കര അടുത്ത് നിന്ന് ഇതൊക്കെ കണ്ടത്. ആൻഡ് ഇവിടെ നിന്ന് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക. I mean, I am in shock. First of all, Babita, you are just a dream, yeah? Like, ഉഗ്രനായിട്ട് പാടിയൊരു സ്വപ്നം പോലെ. And Jen, ഞാൻ വിചാരിക്കുക എങ്ങനെ ഓഫീസിൽ പോകാൻ പോകുന്നത് നാളെ. You know, with all that സ്നേഹം, കൊളീഗ്സ് ഒക്കെ കണ്ടു പഠിക്കണം ഇത്രയും സ്നേഹം. ഞാൻ വിചാരിക്കും നിങ്ങളുടെ വീട്ടിലൊരു സിനിമ പോലെ ആയിരിക്കുമല്ലോ, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ പാടി പാടി നടക്കുന്നത്. ഇറ്റ് വാസ് അമേസിങ്, റിയലി. ഡോണ്ട് യു തിങ്ക് സോ? അംബിക മാം പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾ നമ്മള് മൂവിയിലൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു പാട്ടൊക്കെ ചെയ്യുമ്പം ഒരുപാട് റിഹേഴ്സൽസും ടേക്കും ഒക്കെയാണ്. നമ്മൾ അഭിനയിച്ച് കുറേ പടം അഭിനയിച്ചാലും ഇപ്പോഴും അഭിനയിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിപ്പം നിങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെയാണോ അതോ നിങ്ങളുടെ മനസ്സിൻ്റെ ഐക്യം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ബബിത അവിടുന്ന് പാടുന്നു, ബബിതയുടെ ഹസ്ബൻഡ് അത് കറക്റ്റായിട്ടുള്ള അതിന് എക്സ്പ്രഷനും. എനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്ക് സഞ്ജുവിൻ്റെ ഒരു ആക്ഷൻ, അത് ക്യാമറയിൽ വന്നോന്നറിയില്ല, പഴയൊരു സിനിമയിൽ ടെൻ 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 നമ്മുടെ പവിഴമല്ലിപ്പൂ അതുപോലെ. പക്ഷെ നന്നായിരുന്നു കേട്ടോ രണ്ടുപേരും. സ്പെഷ്യലി ബബിതയുടെ സ്റ്റാർട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് നാണായിരുന്നു സത്യം പറഞ്ഞ. എങ്ങനെ നോക്കണം എന്നുള്ള പോലെയായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇപ്പം പ്രേക്ഷകർക്ക് എത്രത്തോളം അറിയുന്നു, നമുക്കിവിടെ നേരിട്ട് കാണാം എത്ര മിനിറ്റാണ് എത്ര സെക്കൻഡ്സ് ആണ് നമുക്ക് ഈ ഹസ്ബൻഡ്സുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അത് അദ്ദേഹത്തിലേക്ക് എത്താനുള്ള ഒരു ഐക്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്നത്. അല്ലാതെ നിങ്ങൾ എഴുതിയ ലിറിക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസോ അല്ല, ഹൗ വെൽ ഇറ്റ് ഇസ് കണക്റ്റഡ്. അതാണ് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ഞാൻ വളരെ എന്താ പറയുക ഒരു ഇഷ്ടത്തോടു കൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. സോ ഇറ്റ് കെയിം ഔട്ട് സോ നൈസ്ലി. ഭയങ്കര രസമായിട്ട്. ബബിത ഉപയോഗിച്ച വാക്കുകൾ കണ്ണ, മുത്തേ, കുട്ട, എവറിത്തിങ് ഇസ് ജസ്റ്റ് സോ അമേസിങ്, യു നോ. ആൻഡ് ഇറ്റ്സ് മെന്റ് ഫോർ പോയിട്രി, ഇറ്റ് മെന്റ് ഫോർ സോങ്, ആൻഡ് ഇറ്റ്സ് മെന്റ് ഫോർ ലവ്. Fabulous it was. I loved it. I loved the whole thing. ജയൻ എന്താ വിളിക്കാൻ? അല്ലല്ല, ഞാൻ ഇദ്ദേഹത്തിനോടാണ് ചോദിച്ചത്. എന്തെങ്കിലും ഒന്ന് സംസാരിപ്പിക്കട്ടെ അദ്ദേഹത്തിനെ കൊണ്ട്. കണ്ണ എന്നായിരുന്നു. ആയിരുന്നു, ഇപ്പൊ മാറ്റിയോ? വിവാഹത്തിന് മുമ്പ്. ഓഹോ, വിവാഹത്തിന് മുൻപ് എന്നൊരു സംഭവം ഉണ്ടല്ലേ? ആ പോരട്ടെ. കണ്ണ എന്ന് വിളിക്കും. അതിനുശേഷവും ഇപ്പോഴും തുടരുന്നു. അഗ്രികൾച്ചറിൽ തന്നെയാണോ ജോലി? പിന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ടാസ്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കവിത എഴുതാനും, അതും ഹസ്ബൻഡിനെ കുറിച്ച്. പ്രകൃതിയെക്കുറിച്ചൊക്കെ കവിത എഴുതാം, പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ തിരക്കുകൾ പെട്ടിട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയം കൈമാറാൻ പറ്റാത്തതും, അതുപോലെ തന്നെ എനിക്ക് ആരാണ് എൻ്റെ ഹസ്ബൻഡ് എന്നുള്ളതുമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കവിത. കാരണം എനിക്കത് പറയാനുള്ളത്, എൻ്റെ ഇതിലൊരു വരിയുണ്ട്, എൻ്റെ ജീവിതയാത്രയിലെ മുള്ളുകൾ. ശരിക്കും അത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് എഴുതിയതാണ്. എൻ്റെ ജീവിതയാത്രയിലെ മുള്ളിൽ പൂക്കൾ വിതറിയ കൈകളാണ് ഇത്. അപ്പം അതുകൊണ്ടാണ് അത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും ഈ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. അപ്പം അത് ഞാൻ വല്ലാതെ ഫീല് ചെയ്ത് എഴുതിയതാണത്. പക്ഷെ ചില ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കണ്ണിൽ കൂടെ വരുള്ളൂ. വാക്കിൽ കൂടെ വരുന്നതിനെ കഴിഞ്ഞും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കണ്ണിൽ കൂടെ തന്നെയായിരിക്കും പുറത്തു വരിക. അന്തനാളിൽ അന്തിനേരം ഉന്നെ பார்த்தேன் கண்ணம்மா அந்த பார்வை ஒன்று போதும் என்ன வேண்டும் என் கண்ணா. ഈ മോളിപ്പോൾ അഭിനയിച്ചത് സാധാരണ ഒരു സിനിമയിലെ ഒരു ആക്ട്രസിന് ഇത്രയും ഭംഗിയായിട്ട് അഭിനയിക്കുക, അതായത് ഒരു 10-15 ടേക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഈ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഈ കുട്ടി ചെയ്തത് സാധാരണ ഒരു ആക്ട്രസ് ചെയ്യുന്നതാണ്. ഷീസ്
സോ നാച്ചുറൽ ആൻഡ് ഷീ ഡിഡ് സോ വെൽ. അപ്പോൾ അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് എന്തുമാത്രം ആ കുട്ടി അവരുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അതാണ് അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു. അതാണ്. അല്ല, അവള് ജീവിക്കുകയായിരുന്നു, അഭിനയിക്കുകയല്ലായിരുന്നു. ഷി വാസ് ലിവിങ് ഇൻ. അപ്പൊ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് നമ്മുടെ വേദിയിൽ വന്നത്, ഒരുമിച്ച് വരുന്നത്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിനോട് അല്ലെങ്കിൽ ഞങ്ങളോട് എല്ലാവരോടുമായിട്ട്? ഒന്നുമില്ല, ഈ ഒരു നിമിഷം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എപ്പോഴും ചോദിക്കും ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം, സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ ഏതാണെന്ന്. ഇനി ഞാൻ പറയും, ഈ നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ. ആ സന്തോഷം എന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് കാലം രണ്ടുപേരും ഒരുമിച്ച് ഇതേ സന്തോഷത്തോടു കൂടി നീണാൾ വാഴട്ടെ. അതല്ലേ കറക്റ്റ് വാക്ക്? താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത കപ്പിൾസ് റെഡിയാണ്, ശ്രുതി ആൻഡ് യദുലാൽ. അപ്പോൾ ശ്രുതിയുടെ ആ ഒരു കവിത എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. എന്നും എൻ്റെ ജീവനാണു നീ, നിന്റെ ശ്വാസമാണെൻ്റെ ജീവൻ. എന്നും എൻ്റെ ജീവനാണു നീ, നിന്റെ ശ്വാസമാണെൻ്റെ ജീവനും. നിന്നുയരം എന്നഹങ്കാരവും, ഈ നാടിനും വീടിനും നീ അലങ്കാരവും. എന്നും എൻ്റെ ജീവനാണു നീ, നിന്റെ ശ്വാസമാണെൻ്റെ ജീവനും. അത് ഭയങ്കര കുഞ്ഞും ക്യൂട്ടും ആയിരുന്നല്ലേ? ഭയങ്കര ഗംഭീര കമ്പോസിഷൻ ആയിരുന്നു. ഒരു ആക്ച്വലി എനിക്കൊരു കാര്യം കുമ്പസരിക്കാനുണ്ട്. വെരി സോറി. ഞാൻ നേരത്തെ നിങ്ങൾ ഈ കവിത ചൊല്ലിയല്ലോ, അപ്പം നമ്മൾ ഒരുപാട് ചിരിച്ചു. പക്ഷെ നമ്മൾ ഇങ്ങനെ കേൾക്കണമായിരുന്നു കവിത. അയ്യോ സത്യം, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ, ടച്ച് ചെയ്യും. ആ ഒരു കോമഡി ആയിരുന്നേ ഇല്ല. അയ്യോ സത്യം, യദുവിന്റെ എക്സ്പ്രഷൻ ഇഷ്ടപ്പെട്ടു. ഇത് എന്നെ കുറിച്ച് തന്നെയാണോ നാളെ ഇത് കഴിയണ വരെ യദു ആലോചിച്ചിരുന്നത്. ഇതില് ഉയരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൽ പോകുമ്പോ ഇപ്പൊ നിക്കുന്നത് ഹീൽസിലാണ് കേട്ടാ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാര് ചില കുട്ടികൾ കണ്ട ചോദിക്കും, ഇത് ആ ചേച്ചിയും ചേട്ടനെ കണ്ട എന്ത് ഹൈറ്റ് ഡിഫറൻസ് ആണ്. അതാണ് അവള് ശരിക്കും ഇതിൽ എഴുതിയേക്കണത്. അതെ, നിന്റെ ഉയരമാണ് എൻ്റെ അഹങ്കാരം. അതല്ലേ? ശ്രുതി, that was lovely. I mean, എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ആദ്യം കേട്ടപ്പോഴും എനിക്ക് ശരിക്കും ഇഷ്ടമായി. But also എനിക്ക് like the orchestra to give you the music, the people, the writer who made this task made you understand. അല്ലേ ശ്രുതി? ശ്രുതിക്കും എഴുതാനും പറ്റും, പാടാനും പറ്റും. And what I really liked, Yadu, is like you just stood there and അങ്ങനെ അങ്ങ് നിന്നു എനിക്ക് വേണ്ടി ആ പാടുന്നേ. That was just fabulous, you know. Thank you. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പം കല്യാണം എത്ര നാൾ കഴിഞ്ഞിട്ടാണ്? ഈ അറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിലേക്ക് എത്തിയത്? എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു 4 മാസം. 4 മാസം സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു നല്ല ഗംഭീരമായിട്ട് പ്രണയിച്ചത് അല്ലേ? അല്ലേ? അതെന്താ? അതിനുശേഷം ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിനുശേഷവും അങ്ങനെ തന്നെയാണ്. സാധാരണ എൻഗേജ്മെന്റ് വരെ അല്ല, കല്യാണം വരെ ഭയങ്കര ഫോൺ വിളിയായിരിക്കും. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും ജോലിക്ക് പോകുമ്പോൾ ഏത് നേരവും ഫോൺ വിളിയായിരുന്നു. ശല്യായിട്ടോ? ഞാനല്ല, എന്നെ അഹങ്കാരം ഉണ്ടോ? അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആള് ജോലിക്ക് പോയാലും ഒരു 3-4 പ്രാവശ്യം കാലത്ത് ചെന്നെത്തി അങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും, വിശേഷങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടമാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ ആണ്. എല്ലാം ഒരു വഴിപാടാവും, എല്ലാം ഒരു റുട്ടീനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. രാവിലെ ചായ കൊടുത്തു, കാപ്പി കൊടുത്തു, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ രീതികളാണ്. അതിങ്ങനെ അങ്ങ് ശീലമായി കഴിഞ്ഞാൽ അതങ്ങ് ഇതാവും. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും എനിക്ക് പഴയതുപോലെ ഇപ്പോഴും അതേ ഇഷ്ടമുണ്ട്, ആ വാംത്തുണ്ട് ആ ലവിനെന്ന് അത് പുതുക്കുന്ന സമയം വളരെ കുറവായിരിക്കും. അതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ആൾക്ക് മനസ്സിലാവും ഞാൻ ഉണ്ടാവുമ്പോ ഉണ്ടാവും ഗുണങ്ങള്, വ്യത്യാസം. അതെല്ലാം ഭാര്യമാരും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? ആൻസർ ചെയ്യേണ്ട ശ്രുതി അല്ല. യദു ഒന്ന് പറയൂ, ആ സമയത്ത് എന്താണ് യദുവിന് ശ്രുതി തന്നെ അങ്ങ് പറയൂ. ഭാര്യ വീട്ടിൽ പോകുമ്പോ ശരിക്കും ഞങ്ങൾക്ക് അത് യദുവിന്റെ അടുത്ത് നിന്ന് കേൾക്കാനാണ് ഇൻട്രസ്റ്റ്. ശ്രുതി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശരിക്കും നടക്കില്ല. സത്യം പുറത്തു വന്നു. അപ്പൊ ഇടയ്ക്കല്ല, എപ്പോഴും ഞാൻ ഉറക്കുകളെ. എനിവേസ്, രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്.
അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ളത് രമ്യയാണ്. രമ്യയുടെ ഹസ്ബൻഡ് രഞ്ജിത്തും ഉണ്ട്. അപ്പോൾ ഇനി ഇവരുടെ ആ ഒരു ദാമ്പത്യത്തിന്റെ സമവാക്യങ്ങൾ എഴുതി ചേർത്ത മഹാകാവ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പോരെ ഇൻട്രോ? ദേശസ്നേഹിയായ വനിതയുടെ ഭർത്തൃസ്നേഹം നമ്മൾ കാണട്ടെ. ഞാൻ ആദ്യം പറയട്ടെ, എനിക്ക് പാടാനൊന്നും അറിയില്ല, ഒട്ടും അറിയില്ല. ഞാൻ പാടിക്കഴിഞ്ഞാൽ എല്ലാരും പറയും അയ്യോ പാടല്ലേ എന്ന് പറയുന്നത്. പക്ഷെ കവിത എഴുതാൻ നന്നായിട്ട് അറിയാം. പാടണം. രമ്യയുടെ ക്ലാ 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 ഞാൻ കേൾക്കാനിരിക്കണേ. എങ്ങനെ പാടുന്ന കേൾക്കാനിരിക്കുക, പാടണം. അറിയുന്നുവോ നീ എൻ പ്രണയത്തിൻ തുളുമ്പുന്ന തൂലികയെ നീ നിൻ ഹൃദയത്തിൻ വാതിലിലൂടെ ഞാൻ നിന്നു. അതിരാവിലെ നിൻ കൂവി വിളിക്കുന്ന കോഴിയുടെ സ്വരം നീളിൽ നിൽക്കും. അത് കേട്ട് മിണ്ടാതെ തിരിഞ്ഞു കിടക്കുന്ന നിൻമുഖമെത്ര മനോഹരം. അസ്വസ്ഥ നിറയും വേളകൾ നിന്നെ നോവിക്കുന്നതാണ് പ്രിയരസം. ദേഷ്യത്തിൻ നോട്ടവും കള്ളച്ചിരിയും എന്നും എൻ മനതാരിൽ നിറഞ്ഞു നിൽക്കും. ക്ലാ 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 ക്ലീ 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 ക്ലൂ 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 എന്ന് ഞാൻ കളിയാക്കി പറയുമ്പോൾ ദേഷ്യത്തിൽ ഇരിക്കുന്ന നീ പുഞ്ചിരി എന്ന്. രഞ്ജിത്ത് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. ആദ്യം എനിക്ക് ഒന്ന് അഭിപ്രായം പറഞ്ഞത് പ്ലീസ് പറയൂ. എന്തെങ്കിലും രഞ്ജിത്ത് പറയൂ. രഞ്ജിത്ത് ഭയങ്കര ദേഷ്യമാണ് രഞ്ജിത്ത്. ദേഷ്യാണ്. ദേഷ്യപ്പെടുവല്ലേ? ദേഷ്യപ്പെടുള്ളൂ. ഇതിപ്പോ അത്യാവശ്യമാണെന്ന് തോന്നിയില്ല ദേഷ്യം? ഞാൻ വല്ലാണ്ട് വെറുപ്പിക്കുമ്പോ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ദേഷ്യം വരാത്ത ഒരാളാണ്. അപ്പൊ അറിയാം. രഞ്ജിത്ത് പാടുവോ? ഒട്ടും പാടില്ല. പാടില്ല രമ്യ? രഞ്ജിത്ത് പറയുന്നു രഞ്ജിത്ത് പാടില്ല, രമ്യ ഇനി പാടരുത്. അല്ല ക്ലാ എങ്കിലും ഒന്ന് പാടുവോ? ഒരു രണ്ടുപേര് ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്തോ. ഒത്തൊരുമയുടെ ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ച് come on. ക്ലാ 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 ക്ലീ 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 ക്ലൂ 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 ക്ലാ ക്ലാ ക്ലാ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാല് ശരിക്കും രമ്യ പാടിയ ഇതിൽ വെച്ച് ഏറ്റവും കോൺഫിഡൻസോട് കൂടി പാടിയത് ഈ ക്ലാ 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 ക്ലീ ക്ലീക്കാണ്. ബാക്കി എല്ലാവരും ചമ്മലും നാടും ഒക്കെ ആയിട്ട് അവിടെ എത്തിയപ്പോ ഉണ്ടല്ലോ ഒരു ശബ്ദവും ബേസും ഭയങ്കര ശക്തിയായിട്ടാ പാടിയ. ശ്രദ്ധിച്ചോ? അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര വിനയമാണ്. ഇതിനകത്ത് എല്ലാ കുറ്റങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ വെറുപ്പിക്കും, കുത്തി നോവിക്കും, ശല്യപ്പെടുത്തും, ഉപദ്രവിക്കും, അതൊക്കെ ചെയ്യാറുണ്ട്. സ്നേഹം കൊണ്ടായാലും ഞാൻ ഉപദ്രവിക്കും. അല്ല രമ്യ ഇങ്ങനെ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട്. സ്ഥായിയായ ഭാവം ഉപദ്രവമാണ്. വെറുപ്പിക്കാനുള്ള രഞ്ജിത്ത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വെറുപ്പിക്കലിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറയൂ. ഒരു എക്സാമ്പിൾ. സാധാരണ എങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാ വെറുപ്പിക്കാറ്? എങ്ങനെയുള്ള സമയത്താണ് വെറുപ്പിക്കൽ എന്നൊന്ന് പറയും. ഇപ്പൊ ഓഫീസിലൊക്കെ ഇരിക്കണേ ബാങ്കിലായതുകൊണ്ട് തിരക്കായിരിക്കും. അപ്പൊ വിളിച്ച് ഹലോ ഫ്ലവേഴ്സ് നാളെ വിളിച്ചിട്ട് എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വൈകുന്നേരം വിളിക്കാം. ചന്ദ്രേട്ടൻ ആ ഒരു ഓർമ്മയാണ് വരുന്നത്. ഹലോ ചന്ദ്രേട്ടൻ തിരക്കുന്ന സമയത്തായിരിക്കും വിളിക്കുക. ഒരു 5 മിനിറ്റിൽ ഒരു 10 പ്രാവശ്യം വിളിക്കും. 5 മിനിറ്റിൽ 10 പ്രാവശ്യം. അത് വെറുപ്പിക്കലിന്റെ പരമോന്നതിയിലാണ്. അല്ല ശരിക്കും രമ്യ എന്തിനാണ് വിളിക്കണേ? വെറുപ്പിക്കാൻ വേണ്ടിട്ട് വിളിക്കാണോ? അറിയിക്കാണ് ആള്. എന്തെന്തോ രഞ്ജിത്ത് എന്തോ പറഞ്ഞു. അല്ല എന്തെങ്കിലും വീട്ടില് അറിയിക്കാണ് ഇന്നെ. ഒന്നുമില്ല, ഇപ്പൊ കുട്ടി ഒന്ന് ഇങ്ങനെ വീണ അത് വീണു കേട്ടോ എന്ന് വിളിച്ചു പറയും. പിന്നെ അയ്യോ നന്നായി വീണു തോന്നുന്നു, കുറെ നേരം കരയുന്നുണ്ട്, പിന്നെ കരച്ചിൽ നിർത്തിയ കരച്ചിൽ നിർത്തിട്ടോ, ഞാൻ സ്വിച്ച് ഓഫ് ആക്കാൻ പോവാണെന്ന് പറയുമ്പോ പിന്നെ നിർത്തും. രമ്യ നമ്മുടെ ഒരു ടിപ്പിക്കൽ വൈഫാണ്. രമ്യ ശരിക്കും വളരെ നോർമൽ ആണ്. യുനോ രമ്യ പാടിയതും ലൈക്ക് എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞ അതുപോലെ തന്നെ പാടും. And even the way you wrote, everything is just normal. അല്ലേ?
ആൻഡ് ഭർത്താവിനെ 10 പ്രാവശ്യം വിളിക്കുന്നത് അബ്നോർമൽ. അതെന്തായാലും നിർത്തണം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 6 വർഷം. ആണോ? എന്നിട്ട് ഇപ്പോഴും ഇതുപോലെ വിളിക്കുമോ? അല്ല നേരത്തെ ISD ആയിരുന്നു, ഇപ്പഴാ ലോക്കലായി കിട്ടിയത് എനിക്ക് ആദ്യം തോന്നുന്നു, അല്ലേ? ഗൾഫിലായിരുന്നു. അപ്പൊ പിന്നെ അങ്ങോട്ട് മിസ് കോൾ ആയിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വിളിക്കുകയായിരുന്നു. ഇപ്പൊ ഇന്ന് ലോക്കലായപ്പോ അതിന്റെ ഒരു സന്തോഷം അല്ലേ? ഇല്ല, ഞാൻ ഇനി വിളിക്കില്ല. അല്ല, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ട് രഞ്ജിത്തിനോട് ചോദിക്കുകയാണ്. ഈ രമ്യയുടെ സ്വഭാവത്തില് ഏറ്റവും മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഈ ഇറിറ്റേറ്റിംഗ് നേച്ചറാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഒരാൾ ഇത് മാറി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആളുടെ ഒരു കുട്ടിക്കളി കുറച്ചൊന്ന് കുറച്ചാ ശരിയായിരിക്കും. കുട്ടികൾ രണ്ടായി. അല്ല, രമ്യ ഇവിടെ ചോദിക്കുന്നേ ദേഷ്യം മാറ്റണ്ടേ. അല്ല, എനിക്ക് രഞ്ജിത്തിനടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ കുട്ടിക്കളി ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയും. പക്ഷെ ആ കുട്ടിക്കളി നിർത്തി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അതായിരിക്കും. അല്ല, അത് ഞാൻ മനസ്സിലായി, എനിക്കറിയാം. സത്യം പറഞ്ഞാല് എൻ്റെ ഈ കുട്ടിക്കളിയാണ് ഞങ്ങളുടെ ഈ മാരീഡ് ലൈഫ് ഈ 46 വർഷം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകാൻ കാര്യം. സീരിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ ലൈറ്റ് ആക്കി കൊണ്ടുവരുന്നത് ദാമ്പത്യത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാത്തിനും പ്ലസും മൈനസും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ ചേർന്ന് നിന്ന് പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് രമ്യ ആൻഡ് രഞ്ജിത്ത്. ഗോഡ് ബ്ലെസ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയിട്ടുള്ള മാർക്കുകളാണ്. ഇനിയിപ്പോ ഭർത്താക്കന്മാരെയും കൂടെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എത്ര അവർക്ക് സ്കോർ ചെയ്യാനായി എന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഞാൻ ശ്രീകുട്ടിയുടെയാണ് ഞാൻ മാർക്ക് പറയാൻ പോകുന്നത്. ശ്രീകുട്ടി ഈസ് ഗെറ്റിംഗ് 70 on 100. ശ്രുതി 71. താങ്ക് യു മാം. രമ്യക്ക് കിട്ടുന്ന മാർക്ക് 69 out of 100. താങ്ക് യു മാം. ആൻഡ് ബബിതയ്ക്ക് 76 out of 100. താങ്ക് യു. All the best. സോ നമ്മുടെ ഈ ഒരു റൗണ്ട് ഭർത്താക്കന്മാരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ആദ്യത്തെ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ബബിതയാണ് ടോപ്പ് സ്കോറർ. ബബിതയ്ക്ക് 76 പോയിന്റ്സ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാ ഇവിടുത്തെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ തീർന്നു. വീട്ടമ്മമാരൊക്കെ വീട്ടിൽ പോവുകയും ചെയ്തു. എന്നാ നമുക്കും പോണ്ടേ? നമുക്ക് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം പറയണം. സോ നിറപറ മലയാളി വീട്ടമ്മ കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസ്, പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. വീണ്ടും കാണും വരെ ബൈ. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy Rajni Chandi, Poonolil Silks.